ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പുതിയ റെസിപ്പി ആട്ടോ. ബ്രെഡും പാലൊക്കെ വെച്ചിട്ടുള്ള ഒരു പുതിയ സ്നാക്സ് ആട്ടോ തയ്യാറാക്കണം. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോകട്ടെ. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് അവിലെടുത്തിട്ടോ. അതൊന്ന് വെള്ള അവിലിട്ട് കനം കുറഞ്ഞ അവിൽ, അത് വേഗം നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് പൊടിച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ, നല്ല ഭസ്മം പോലെ ആയിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വയ്ക്കുക, വേറൊരു പാൻ വയ്ക്കുക. അത് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാനിലേക്ക് നമ്മൾ 250 ml കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ ആദ്യം ഒഴിച്ചു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കപ്പ് പാലും നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പാൽ 250 ml കപ്പിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി വേണം കേട്ടോ. അതൊരു ചെറിയ ബൗളിലെടുത്തിട്ട് അതിൽ പാലൊഴിച്ചിട്ട് കലക്കാം കേട്ടോ. ചൂടുള്ള വെള്ളം പറ്റില്ല, അപ്പോൾ തണുത്ത പാലിൽ തന്നെ നമ്മൾ കലക്കിയെടുക്കുക. കലയെ കട്ടയാവും ചൂടുള്ളതായാൽ. അപ്പോൾ കലക്കിയെടുത്തിട്ട് നമ്മളത് പാലിലേക്ക് ചേർത്തു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത്, അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തു. പഞ്ചസാര 1/4 കപ്പ് ചേർത്തു. ഇനി അതിലേക്ക് അവിൽ പൊടിച്ച് വെച്ചില്ലേ നമ്മൾ, അതും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സാക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ അവിൽ പൊടിച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ. 1 കപ്പ് വെള്ള അവിൽ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് മിക്സാക്കി ഇളക്കിയെടുക്കുക. എല്ലാം കൂടി കട്ടയില്ലാതെ നന്നായി ഇളക്കിയിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുക കേട്ടോ. ഇളക്കി ഇതാക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ ഇത് ഒരു വിധം ഇളക്കി വന്നു തുടങ്ങിയപ്പോൾ നോക്കിയാൽ കട്ടായി വന്നു തുടങ്ങിയിട്ട് കേട്ടോ. കണ്ടോ, നല്ല കട്ടായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ. നെയ്യ് ചേർത്തിട്ട് ഇളക്കുക. വക്കത്തിരിക്കണതെല്ലാതും നമുക്ക് നെയ്യ് ചേർത്ത് ഇളക്കുമ്പോൾ എല്ലാം കൂടി പോരും. വേഗം നന്നായി ഒന്ന് ഉറച്ച് കിട്ടും ചെയ്യും കേട്ടോ. പാനിലുള്ളതൊക്കെ ഒന്ന് വിട്ട് പോരും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കൂടി ഇളക്കിയിട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ, നെയ്യ് ചേർത്ത് ഇളക്കിയതിന് ശേഷം. ഇത് കണ്ട പാനിലുള്ളതൊക്കെ നന്നായി വിട്ട് പോകണ്ട മാവൊക്കെ. അപ്പോൾ നെയ്യ് ചേർത്ത് കൊണ്ടിട്ട് അത് ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. പിന്നെ അതിന് ശേഷം ഒരു ബൗളിൽ നമ്മളൊരു കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉപ്പ് ചേർത്തു. അത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം കേട്ടോ, പച്ചവെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് മിക്സാക്കി ഇളക്കിയിട്ട് ഒന്ന്, അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കട്ടി കുറച്ചെടുക്കണം കേട്ടോ. വല്ലാണ്ട് കട്ടി കുറയരുത്, കൂടുതൽ കട്ടിയാവരുത്. നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാനുള്ളത് അതിൽ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി ഇപ്പോൾ അതേ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ലൂസാണ്. ഇത് നല്ല കട്ടീന്. അപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ലൂസാക്കി എടുക്കുക. അതിപ്പോൾ പാകത്തിനുള്ളതായിട്ട് കട്ടി കണ്ട ഈ പരുവത്തിലായിരിക്കണം നമ്മുടെ മൈദ കലക്കിയത് കേട്ടോ. കണ്ട അധികം വെള്ളമില്ല, അധികം കട്ടിയല്ലാത്ത തരത്തിൽ. അപ്പോൾ നമുക്കിനി നമ്മൾ ആ ഫില്ലിങ് തയ്യാറാക്കിയത് കണ്ടില്ലേ, അത് നല്ല കട്ടിയായി കിട്ടിയിട്ട് കേട്ടോ. കോൺഫ്ലവറൊക്കെ ഉള്ള കാരണേ നല്ല കട്ടിയായി കിട്ടിയിട്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് അതിൻ്റെ 4 സൈഡും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് പരത്താം. അപ്പോൾ ആ ബ്രെഡ് ഒന്ന് ഒട്ടിക്കാനായിട്ട് ഇത്തിരി മൈദ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൈദ കലക്കിയതുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഇനി നമ്മുടെ സ്നാക്സ് തയ്യാറാക്കല്ലേ. അപ്പോൾ ഒരു പലക എടുത്തിട്ട് അതിന് വെച്ച് കൊടുക്കാം കേട്ടോ ബ്രെഡ്. എന്നിട്ട് നമ്മൾ അതൊന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഒന്ന് പരന്ന് കിട്ടും കേട്ടോ. ഒന്നിങ്ങനെ കോല കൊണ്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അതുപോലെ ഒന്ന് അമർന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കുമ്പോൾ ഒട്ടാനും സുഖം കിട്ടും. മൈദ പറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പതുക്കെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്നാക്സ് നല്ല ടേസ്റ്റാട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ കഴിക്കാൻ. അതേ കണ്ട അതുപോലെ ഇനി കോൺഫ്ലെക്സ് എടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് കൈ കൊണ്ട് പൊടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ കൈ കൊണ്ടൊന്ന് ഞെരിച്ചിങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടും വലിയ വലുതുള്ളതൊക്കെ. അപ്പോൾ അത് ചെറുതായി ഒന്ന് കിട്ടുമ്പോഴാണ് അതിൽ മുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുക. അതിനാ വലുതൊക്കെ ഒന്ന് പൊടിച്ച് വയ്ക്കാൻ പറയാം. അപ്പോൾ നമുക്കത് പൊടിച്ചിട്ട് ഇനി നമുക്ക് ബ്രെഡിനെ മുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇപ്പോൾ പരത്തി ശരിയാക്കി വെച്ചില്ല, അതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുക്കാം കേട്ടോ. ആ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി വെച്ചത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കട്ടെ നടുഭാഗത്ത്. അപ്പോൾ 4 അരികിലും നമുക്ക് മൈദ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഇത്തിരി വെള്ളത്തിൽ. ആ മൈദ 4 പുറവും പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേറെ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മൈദ പരട്ടി കാരണം ഒട്ടിയിട്ട് ഇങ്ങനെ കിട്ടും വിടാതെ, അല്ലെങ്കിൽ വേഗം വിട്ടുപോരെ. അപ്പോൾ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുക ഓരോന്ന് കേട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക.
കണ്ട അങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ഒട്ടിയിരിക്കും 4 പുറം വിടാതെ. പിന്നെ അത് മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും അതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മൈദയിലാണ് ഇട്ടാക്കുക. മൈദയാണ് കലക്കി വെച്ചുള്ളത്. മുട്ടയിലും ചെയ്യാം കേട്ടോ. നമുക്ക് മുട്ട കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് നമുക്ക് കോൺഫ്ലെക്സിൽ മുക്കി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ മൈദയിൽ മുക്കിയിടാൻ പോകുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെ എടുക്കുക, മൈദയിൽ ഇങ്ങനെ ഒന്ന് മുക്കുക, എന്നിട്ട് കോൺഫ്ലെക്സിൽ മുക്കുക, നമുക്ക് എണ്ണയിലേക്ക് പൊരിക്കുക ഇടാം കേട്ടോ. വേണ്ട കോൺഫ്ലെക്സിൽ മുക്കിയിടാം. എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലെക്സ് ആകണം കേട്ടോ. എന്നിട്ട് നമുക്ക് 4 അരികിൽ ഇങ്ങനെ മുക്കിയതിന് ശേഷം വിടാതെ എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഒന്ന് പതുക്കെ അമർത്തി കൊടുത്താൽ ആദ്യം വിടുന്നുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് പതുക്കെ നമുക്ക് എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എണ്ണ അധികം ഫ്ലെയിം കൂട്ടിണ്ടാട്ടോ. പെട്ടെന്ന് ബ്രെഡായി കാരണം അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ സാധാരണ മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. രണ്ടാമത്തെ ഇതുപോലെ തന്നെ മൈദയിൽ മുക്കി കോൺഫ്ലെക്സിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. രണ്ടാമത്തെ ബ്രെഡും അതുപോലെ തന്നെ ഞാൻ എണ്ണയിലേക്ക് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അടിഭാഗം മറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. പനിയാണെങ്കിൽ അത് കാരണം സൗണ്ടൊന്നും ശരിയല്ലാത്ത തൊണ്ടൊക്കെ അടഞ്ഞിട്ട് ഇന്നലെ രാത്രി ഭയങ്കര പനിയായിരുന്നു. നീരുവീഴ്ചയൊക്കെ ഉള്ള കാരണം സൗണ്ടിന് മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ബ്രെഡ് ഒരു ഇതായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ എല്ലാ ബ്രെഡും നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല മുകളിൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ കോൺഫ്ലെക്സ് ഉള്ള കാരണം. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. രണ്ടാമത്തതും അടിഭാഗം ഒന്നും മറച്ചിട്ടിട്ടുണ്ട്. ആ ഭാഗം മുഴുവനായിട്ടില്ല ഒടുവിട്ടത്. അപ്പം അതുകൂടി ഒന്ന് അടി റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അടി ഉള്ളിൽ നല്ല മധുരമായ ഫില്ലിംഗ് അല്ലേ നമ്മൾ വെച്ച് കൊടുത്തുള്ള മധുരം എല്ലാം കൂടി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്, നെയ്യൊക്കെ ചേർന്നാരണേ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റുള്ള സ്നാക്സ് അത്. അപ്പോൾ അതായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാൻ. ഇതുപോലെ എല്ലാ ബ്രെഡും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അപ്പോൾ എല്ലാ ബ്രെഡും കണ്ട റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് പൊട്ടിച്ചൊക്കെ ഒരെണ്ണെടുത്തിട്ട് കേട്ടോ. മുകളിൽ നല്ല ക്രിസ്പി ആട്ടോ, നല്ല ബലത്തിൽ നിൽക്കേണ്ട, ഉൾഭാഗം നല്ല സോഫ്റ്റ് കാണാൻ എല്ലാം കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.